അവിടെ ആ മൂലക്കലൊരു സ്പേസ് എൻ്റെ നാടിൻ്റെ പിണങ്ങോടിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇതാ ഈ രണ്ടുപേർ, പ്രിയപ്പെട്ട താഹിറും അതുപോലെ തന്നെ ഫാജിസും. പാതിരാത്രിയാണോ മഴയാണോ അപകടമാണോ എന്നൊന്നുമില്ല. ഒരു ജീവൻ രക്ഷിക്കാനുള്ള വിളിയാണെങ്കിൽ അവരവിടെ എത്തും എന്നുള്ളത് ഞങ്ങളുടെ നാടിൻ്റെ മാത്രമല്ല, ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളുടെയൊക്കെ ഒരു വിശ്വാസമാണ്. അത് മനുഷ്യൻ്റെതാണെങ്കിലും മൃഗത്തിൻ്റെതാണെങ്കിലും. ഇപ്പോൾ ഞങ്ങളുള്ളത് 10-12 കിലോമീറ്ററുകൾക്കപ്പുറത്ത് വൈത്തിരി എന്ന സ്ഥലത്ത് ഒരു പൊട്ടക്കിണറ്റിൽ ഒരു നായ കുടുങ്ങിക്കിടക്കുന്നത് രാവിലെ മുതൽ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്. അതിനുള്ള റെസ്ക്യൂവുമായിട്ടാണ് ഞങ്ങൾ ഈ രാത്രിയിലെത്തിയിരിക്കുന്നത്. ആ വീട്ടിലേക്ക് എത്തിപ്പെടാൻ പോലും എളുപ്പമായിരുന്നില്ല. ചുറ്റും ഇരുട്ട്, ഒരു വെളിച്ചം പോലുമില്ല. രാത്രിയുടെ നിശബ്ദതയും ഭയവും മാത്രമാണിവിടെ. പക്ഷേ എവിടെയോ ഒരാൾ മനുഷ്യ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞതാണ് അവിടെ ഒരു ജീവൻ സഹായത്തിനായി കാത്തിരിക്കുന്നു എന്ന്. അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. താഹിറും ഫാജിസും മുന്നിൽ നിന്ന് ആ ഇരുട്ടിനകത്തേക്ക് നടന്നത് ഒരു നായയെ രക്ഷിക്കാൻ മാത്രമല്ല, മനുഷ്യത്വം ഇന്നും മരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കൂടിയായിരുന്നു എന്നതാണ്. ആ കിണർ പാതിരാത്രിയിൽ കണ്ടാൽ തന്നെ ഭയന്നു പോകും. അത്രയും ആഴം, അഴുക്കും ഇരുട്ടും നിറഞ്ഞ വെള്ളം. ചുറ്റും ഒരു മനുഷ്യ ശബ്ദം പോലുമില്ല. പക്ഷേ ആ ഇരുട്ടിൻ്റെ നടുവിൽ ജീവൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു നായയുടെ കരച്ചിൽ മാത്രം കേൾക്കാം. കിണറ്റിലെ മോട്ടോർ ഘടിപ്പിച്ചിരുന്ന ഒരു പൈപ്പ് കടിച്ചു മുറിച്ച് അതിൽ തൂങ്ങി ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. രാവിലെ വീണ ആ ഒരു ജീവൻ ഒരു ദിവസം മുഴുവൻ ആരും തിരിഞ്ഞു നോക്കാനില്ല. പക്ഷേ എവിടെയോ ഒരു മനുഷ്യസ്നേഹി അത് കണ്ട് വിളിച്ചു പറഞ്ഞു. അതാണ് ഞങ്ങളെ ഇവിടെ ഈ രാത്രിയിൽ എത്തിച്ചത്. കാരണം ചിലർക്ക് ഇത് ഒരു നായ മാത്രമായിരുന്നു, പക്ഷേ ചില മനുഷ്യർക്ക് രക്ഷിക്കേണ്ട ഒരു ജീവൻ കൂടിയായിരുന്നു എന്ന തിരിച്ചറിവ്. എത്രയും പെട്ടെന്ന് അതിനെ പുറത്തെടുക്കുക, അതുമാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഒറ്റക്കയറിൽ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചാൽ പകുതി എത്തുമ്പോഴേക്ക് വീണു പോകുമെന്നുറപ്പാണ്. കാരണം ആ പാവം അത്രമേൽ ക്ഷീണിച്ചിരുന്നു. കടിച്ചു പിടിച്ച് മുകളിലേക്കെത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടി താഹിറും ഫാജിസും മറ്റൊരു വഴിയിലേക്ക് മാറി. കയറിനെ റിങ് പോലെ വളയമാക്കി അതിലൂടെ സുരക്ഷിതമായി പുറത്തു കയറ്റാനുള്ള ശ്രമം. എന്ത് സംഭവിക്കുമെന്നറിയാതെ ഞാനും ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും ആ ജീവൻ ഈ ഇരുണ്ട കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അവസാനം ഏകദേശം 10-20 മിനിറ്റിനുള്ളിൽ അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ചേട്ടാ അതൊന്നും ആരും പേരുണ്ടോ? ആൻസിനോ കൊടുക്കൊണ്ടിരുന്നു. ഹലോ അയിമത്തന്നെ പിടിക്കാം. ഇങ്ങനെ നൂഡിൽസ് ആക്കിയത് ഞാൻ അയച്ചോട് ഒരു ഗ്ലാസ് കൊണ്ട് അടിക്കും.
ഇതിനോട് കളിച്ചോട്ടെ ഞാൻ തന്നോ റിംഗ് എടുക്കാൻ കാരണേ റിംഗ് എടുക്കാം റിങ് പോലെ ഇട്ടിരുന്ന കയർ പൂർണ്ണമായി ശരീരത്തിൽ കുടുങ്ങിയിരുന്നില്ല. ജീവൻ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അതിൻ്റെ കാലിൽ മാത്രമാണ് അത് കുടുക്കിയത്. പക്ഷേ അവിടെ നിന്നില്ല. താഹിറും ഫാജിസും ജീവൻ കൈവിടാതെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അതിനെ വലിച്ചു കയറ്റി. അവസാനം ആ ഇരുണ്ട പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരു ജീവൻ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ആ നിമിഷത്തിൽ മനസ്സിലായത് ഒന്നു മാത്രം: മനുഷ്യത്വം വലിയ വാക്കുകളിലല്ല, ആരും കാണാത്ത രാത്രികളിൽ ഒരു ജീവന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന മനുഷ്യരിലാണ്. ഈ രാത്രി അവസാനിക്കുമ്പോൾ ഒരു നായ മാത്രം രക്ഷപ്പെട്ടതല്ല, മനുഷ്യത്വം ഇപ്പോഴും ഈ ഭൂമിയിൽ ശ്വസിച്ചു കൊണ്ടിരിപ്പുണ്ടെന്ന പ്രതീക്ഷ കൂടി ജീവനോടെ തിരിച്ചു വന്നു. ആരും കാണാത്ത ഇരുണ്ട രാത്രികളിൽ ഒരു ജീവന്റെ കരച്ചിൽ കേട്ട് സ്വന്തം ഉറക്കും സുരക്ഷിതത്വം മറന്ന് ഓടിയെത്തുന്ന മനുഷ്യർ ഉള്ളിടത്തോളം ഈ ലോകം ഒരിക്കലും പൂർണ്ണമായി ഇരുണ്ടുപോകില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ട ഫാജിസ് ആൻഡ് താഹിർ, നന്ദിയുണ്ടടാ, നന്ദിയുണ്ട്. ഇതൊരു പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമായിരിക്കും, പക്ഷേ എത്ര പേർ? അതുകൊണ്ട് തന്നെയാണ് ഏതൊരു അത്യാഹിതത്തിൽപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങളുടെ വീട്ടുകാരോട് ഞങ്ങളില്ലെങ്കിലും നിങ്ങളെ ധൈര്യത്തോടെ വിളിക്കാൻ ഞങ്ങൾ പറയുന്നത്.